ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് സിയാദ് ഖാൻ്റെ വീട്ടിലാണ്. ഇവിടെ നിലത്തൊക്കെ മുറ്റത്തൊക്കെ ഇങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് പേര് എന്നെ വെയിറ്റ് ചെയ്യാണ്. അപ്പം അവരെയും കൂട്ടിയിട്ട് ഞാൻ കല്യാണ വീട്ടിൽ പോവുകയാണ്. നമ്മളൊക്കെ കോഡ് ഡ്രസ്സാക്കാം. കാരണം അവൻ്റെ വക അവരുടെ വകയായിട്ടുള്ള ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി വരാനുണ്ട്. അപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ഫാമിലി എല്ലാവരും ഒരേ കോഡായിരിക്കും ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാകും ആരൊക്കെയാണെന്ന്. അപ്പോൾ ഇതാ ആളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പേര് വരാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് തന്നെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇന്നലെ രാത്രി കണ്ട ആൾക്കാർ തന്നെയാണ് ഇപ്പം കാണുന്നത്. പക്ഷേ നമ്മൾ കാണാത്ത പോലെയാണ്. സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട പോലെയാണ്. പിന്നെ ഇവിടെ തട്ടുകടയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വെൽക്കം ഡ്രിങ്ക് അവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ബത്തക്ക ജ്യൂസ് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ ഇതാ ലാസ്റ്റത്തെ ആൾക്കാർ വരുന്നതാണ് ഇവരൊക്കെ. ഇതാ നമ്മൾ അത്യാവശ്യം നമുക്കതുകൊണ്ട് ട്രോളാൻ പറ്റിയിട്ടുണ്ട്. ലേറ്റായിട്ട് വരുന്നവരെ നമുക്കെപ്പോഴും ട്രോളിലൊരു രസമാണ്. ഇനി ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. അയാൾക്ക് ഇന്ന് ട്രോളിക്കൊല്ലലായിരിക്കും. ഇത് ആൾ വീഡിയോ എടുക്കാൻ തന്നെ വിട്ടില്ല. പിന്നെ ഈ പെണ്ണ് കല്യാണ പെണ്ണല്ല കേട്ടോ. ഇവള് ചെക്കൻ്റെ പെങ്ങളാണ്. അപ്പം അവൾ നമ്മളെ കോഡ് ഡ്രസ്സ് ആക്കിയിട്ടില്ല. പെങ്ങളായതുകൊണ്ട് കുറച്ച് ഹൈ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആഡംബരാക്കിയിട്ടുണ്ട്. അപ്പം ആളൊന്ന് വെട്ടിത്തിളങ്ങട്ടെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ചപ്പുറം പോകണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫുഡിൻ്റെ ഏരിയയിലേക്ക് എത്തി. പിന്നെ ഞാൻ ഫസ്റ്റ് നോക്കിയത് അവിടെ ഐസ്ക്രീം ഉണ്ടോ ഡെസേർട്ട് ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കിയത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ ഭാഗം വലിയ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാനവിടെ കുറച്ച് അൽസ കഴിച്ചു. പിന്നെ മന്തി കഴിച്ചു. ബാക്കി എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പൊറോട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വേഗം ഞാൻ ഓടിപ്പോയി ഫ്രൂട്ട്സും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഐസ്ക്രീമും അതേപോലെ ക്യാരറ്റ് ഹൽവയും കൂടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ എപ്പം കാണുമ്പോഴും ഇത് തന്നെയാണ് ഫോട്ടോ വീഡിയോ പിന്നെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പം തലേന്ന് ഞങ്ങൾ കണ്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പോയ ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പം കണ്ടു കഴിഞ്ഞാലും കുറേ നമുക്ക് വിശേഷങ്ങൾ പറയാനുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. പിന്നെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഭയങ്കര മുട്ടും പാട്ടും ഒക്കെ ഉണ്ട്. പിന്നെ അവർ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കല്യാണ ചെക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ കുറേ പിന്നെ എന്താ പറയണ്ടത് നമ്മളെ ഗ്രൂപ്പായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ്. അപ്പം ഒരാൾ നമുക്കിത് ഹെൽപ്പായിട്ട് ഒരുത്തുണ്ടായിരുന്നു. ആൾ ഭയങ്കരമായിട്ട് നമുക്ക് ജോളിയായിട്ടുള്ള ഒരാൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിന്. ഇതാ കല്യാണ ചെക്കനും പിന്നെ ഇതാ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കല്യാണ ചെക്കനെ കണ്ടിട്ടില്ല എന്ന് വേണ്ട, ഇതാണ് കല്യാണ ചെക്കന്. പിന്നെ അവർ ഉമ്മാൻ്റെ അനിയത്തിമാരും അങ്ങനെയുള്ള ആൾക്കാരും ഫാമിലിയിലായിട്ടൊന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം. ചെക്കന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം പിന്നെ ചെക്കന് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ചെക്കൻ പോയിട്ട് വേണം നമ്മളും പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇവിടെ തട്ടുകടയിൽ ചായയൊക്കെ റെഡിയാകുന്നുണ്ട് കേട്ടോ. പഴംപൊരിയൊക്കെ റെഡിയാകുന്നുണ്ട്. പിന്നെ ചെക്കൻ ഇറങ്ങിയിട്ടാ. അപ്പം പാട്ടും കൂത്തെല്ലാമായിട്ട് പിന്നെ ഫസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ ദുആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ പാട്ടും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇവിടെ പഴംപൊരിയൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിക്കാം. അപ്പം നല്ല അടിപൊളിയാണ് തട്ടുകട. പിന്നെ അപ്പം കോഫിയാണോ അല്ലെങ്കിൽ എന്ത് വേണ്ടുന്നവരാക്കി തരും കേട്ടോ. ഞാൻ കോഫിയാണ് കുടിച്ചിട്ടുള്ളത്. നല്ല പഴംപൊരി അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് സമയം പോകുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പാട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ വട്ടത്തിലിരുന്ന് പിന്നെ അക്ഷരം പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെ കുറച്ച് എന്താ പറയുക ചെറിയ സ്റ്റണ്ടൊക്കെ ആയി, തമാശയായിട്ടുള്ള സ്റ്റണ്ടൊക്കെ ആയി. അങ്ങനെ അതിലൊരാൾ ജയിച്ചു. ഗ്രൂപ്പായിട്ടൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ കയറിയിട്ട് സ്റ്റേജിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ എന്താ പറയുക നമ്മളെ മക്കൾസും നമ്മളെ ഫ്രണ്ട്സിൻ്റെ മക്കളെല്ലാം കയറി കളിക്കുന്നുണ്ടായിന്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളും ആസ്വദിച്ചു. നമുക്കും അത്യാവശ്യം ഇങ്ങനെ കളിക്കാനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിൽ പോവുകയാണ്. കാരണം പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോകണമല്ലോ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എന്താ പറയണ്ടേ, ബസ്സിൽ എല്ലാവരും കൂടി ഒന്നിച്ച് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. അപ്പം അത് പണ്ട് തൊട്ടിട്ടേ ഉള്ളതാണ്. കല്യാണത്തിന് ഇങ്ങനെ ബസ്സിൽ ഓടിപ്പോയി സീറ്റ് പിടിക്കുക കാര്യം. ഇപ്പം അങ്ങനെ സീറ്റ് പിടിക്കലൊന്നുമില്ല, നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നിന്ന് പിന്നെ അതാ അവിടെ ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സീറ്റ് കിട്ടി, ഞാനവിടെ സീറ്റിലിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇതിവിടെ നിന്നിട്ട് എൻജോയ് ആക്കി. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകുമ്പം പിന്നെ അവിടുന്ന് പോയ ഉടനെ തന്നെ ഡ്രിങ്കും അതേപോലെ ഉന്നക്കായി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു.
പിന്നെ പെണ്ണിനെ റെഡിയാക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല, അവിടെ റെഡി ആവട്ടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഉടനെ തന്നെ നമ്മൾ പിറകെ തന്നെ പെണ്ണിനെ റെഡിയാക്കിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പെണ്ണ്. അപ്പം പിന്നെ വീഡിയോസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ അതിന് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എല്ലാവർക്കും വീഡിയോസ് എടുക്കുമ്പം പിന്നെ ആ ക്യാമറമാൻ പറയുന്ന പോലെ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോവാൻ. കാരണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. എല്ലാവരും അങ്ങനെ ഒരു ജോലിയാണല്ലോ, ഒരു രസമാണല്ലോ ഇതൊക്കെ. എല്ലാവരും ഗ്രൂപ്പായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ടായിന് കല്യാണം. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അപ്പം ചെക്കന് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ പെണ്ണിനെയും കൂട്ടിയിട്ട് സ്റ്റേജിലോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ കുറേ വീഡിയോസ് റീൽസൊക്കെ എടുക്കുകയാണ് അവർ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ വിധത്തിലായിരിക്കും. അതൊക്കെ കാണാനൊരു രസം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ണൂർ വേറെ വിധത്തിലായിരിക്കും, പിന്നെ അതുപോലെ മലപ്പുറം, കാസർഗോഡ്, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അത് ഒരു ഡിഫറെൻറ്റ് ചടങ്ങുകളെല്ലാമായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു രസം തന്നെയായിരിക്കും. നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു രസം തന്നെയായിരിക്കും. പിന്നെ കണ്ണൂർ കല്യാണം കാണാത്തവർക്ക് കണ്ണൂർ കല്യാണം കാണുമ്പം അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇങ്ങനെ എൻജോയ് ആക്കിയിരുന്നു. പിന്നെ കുറേ പാട്ടൊക്കെ ഞങ്ങളും പാടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ നല്ലതുപോലെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു, എല്ലാവരും എൻജോയ് ആക്കി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.